ഹായ് ഡിയേഴ്സ്, അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ രാത്രി ഒരു 7 മണി കഴിഞ്ഞ് 7 മണിയാണ് നേരം കേട്ടോ. അപ്പോൾ രാത്രിയൊക്കെ ഒന്നും സെറ്റായിട്ട് അച്ചോ നല്ലോച്ചല്ല രാത്രി ഒന്നും റെഡി ആയിട്ടില്ല. ചോറ് മാത്രമേ ഉള്ളൂ കേട്ടോ, കറിയില്ല, കൂട്ടാനില്ല, ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ഇന്നലെ കുമ്പളങ്ങ കറി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കറി തന്നെ അങ്ങോട്ട് എടുത്തു ഇന്ന് ഉച്ചക്കൊക്കെ. പിന്നെ പയറുപ്പേരുണ്ടാക്കിയിരുന്നു, അതൊക്കെ തീർന്നിട്ടാ. അപ്പം ഇനി രാത്രിക്കൊക്കെ ഉള്ളതൊക്കെ റെഡിയാക്കാൻ വേണ്ടി പെട്ടെന്ന് തന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് അടുക്കളയൊക്കെ എത്തിയതാണ് കേട്ടോ. അപ്പോൾ ഇതാ അവിടെ പപ്പായൻ്റെ ഒരു കഷ്ണമുണ്ട്. അപ്പോൾ ആ പപ്പായൻ്റെ കഷ്ണം കൊണ്ട് കറി കണ്ടിട്ട് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇതാ കർമ്മത്തി കഷ്ണങ്ങളായിട്ടൊന്ന് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. കർമ്മത്തിൻ്റെ കറി വെക്കുകയാണ്. നല്ല മോരുണ്ട്, കണ്ടില്ലേ? ഇക്ക വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. നല്ല മോരുണ്ട്, പിന്നെ കാണില്ലല്ലേ? ഇക്ക വന്നപ്പോൾ കൊണ്ടുവന്നതായിരുന്നു. അപ്പം മോരുണ്ട്. അപ്പം മോരും പിന്നെ മോര് വാർന്നിട്ട് അവിടെ കർമ്മത്തിയോടാണ് കറി വെക്കണം കേട്ടോ. പിന്നെ എന്തൊക്കെയാണ് എല്ലാവരും പാടുക, എല്ലാവരും സുഖമായിട്ടിരിക്കണം അല്ലേ? പിന്നെ ഇപ്പം ലൈവ് ഇടലില്ല. ഇപ്പം ലൈവ് ഇടാനും മടിയാക്കണം, ഒക്കത്തിന് മടിയാണ് ഇപ്പം. ഇപ്പോൾ വീഡിയോ ഇടണമെന്ന് വിചാരിക്കുന്നുണ്ട് ഡെയിലി കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ട് സപ്പോർട്ടാക്കി, നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യും, ലൈക്കും കൊടുക്കി. പിന്നെ അങ്ങനെ കർമ്മത്തെ കഷ്ണങ്ങളാക്കിയിട്ട് പച്ചമുളകും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ഇട്ടിട്ട് അങ്ങോട്ട് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതായാലും നമുക്ക് അരച്ച് കറി വെക്കണമാണ്, തേങ്ങയൊക്കെ ചിരകിയെടുക്കാണ്ട്. അപ്പോൾ ഒരു മുറി തേങ്ങ ഉണ്ടായിരുന്നു, അപ്പോൾ അതങ്ങോട്ട് ചിരകിയിട്ട് അങ്ങോട്ട് കറി വെക്കുകയാണ്. ബാക്കി ഉണ്ടെങ്കിൽ നാളെ ഉച്ചയ്ക്ക് കൊടുക്കുക. കുട്ടികളൊക്കെ സ്കൂളിൽ പോകും, ഞാനും വിക്കി മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഉച്ചയ്ക്ക് കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് റെഡിയാക്കി എടുക്കുന്നത്. പിന്നെ ചെറിയുള്ളിയും വെളുത്തുള്ളിയും ചെറിയ ജീരകവും ഒക്കെ എടുത്തിട്ടുണ്ട്. അതൊക്കെ പാടിട്ടിട്ടൊന്ന് അരച്ചെടുക്കണം. ഏതാണ് 2 നേരം വെച്ചാൽ ഭയങ്കര ഗതികേടാണ് കേട്ടോ. ഉച്ചയ്ക്ക് വെക്കുമ്പോൾ തന്നെ തോനെ കറി വെച്ചാൽ പിന്നെ ഈ രണ്ടാമത്തെ വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇന്നിപ്പോൾ കറിയൊന്നും വെക്കാത്തത് കൊണ്ട് ഇന്നലക്കത്തതാണ് ഒപ്പിച്ചതാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ നേരത്തെ കറി വെക്കേണ്ടി വന്നത്. അങ്ങനെ ഇതാ ചെറിയ ജീരകം കൂടി ഞാൻ ഇട്ടിട്ട് എല്ലാം കൂടി ഇട്ടിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ തേങ്ങ അരക്കണ നേരത്തെ ചീനമുളകും കൂടി അരച്ചെടുത്താൽ മതി, നല്ല ടേസ്റ്റ് കിട്ടും കറി കിട്ടാം. അങ്ങനെ ഇതാ എല്ലാം കർമ്മത്തി കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ തേങ്ങ അരച്ചൊന്ന് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. മക്കളൊക്കെ അവിടെ ഓരോ കളിക്കലും മെയ്ത്തും വായനയും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുകയാണ്. അച്ചുട്ടി പിന്നെ സ്ലൈറ്റിൽ എഴുതി ഇപ്പച്ചിൻ്റെ കൂടെ അവിടെ ഇരിക്കുന്നുണ്ട്, ഓഫീസ് റൂമിലാണ് കേട്ടോ. ഇക്ക പിന്നെ നേരത്തെ വരും, മരുവാൻ കൊടുക്കുമ്പോൾ തന്നെ പെരീക്കെത്തും. അത് കഴിഞ്ഞ് ഇക്ക പിന്നെ TV കാണുമ്പോൾ പന്തളി കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് കണ്ടിരിക്കും കേട്ടോ, TV കണ്ടിരിക്കും ഓഫീസ് റൂമിൽ. അങ്ങനെ ഇതാ നമ്മുടെ കറി ഇവിടെ ഏകദേശം നിന്ന് തിളച്ചാൽ നമ്മൾ കറി തൂമ്പിച്ച് വാങ്ങി വെക്കാം. അപ്പോൾ മോര് പറഞ്ഞുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും കറി കേട്ടോ. അല്ലെങ്കിൽ മോര് വെച്ച കറി നല്ല രസമാണല്ലോ. കുമ്പളങ്ങ കറി ആയാലും കർമ്മത്തി കറി ആയാലും ഒക്കെ ഒരേമാതിരി തന്നെ നല്ല രസമാണ് മോര് വെച്ചാൽ കേട്ടോ. മോരില്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഊർക്കാപ്പുളി തന്നെ കറിയൊക്കെ ഇടാം. കാരണം ഇപ്പോൾ പുളിയൊന്നും വാങ്ങലില്ല. ഊർക്കാപ്പുളി മരത്തുമ്പോൾ ഉണ്ടായപ്പോൾ നിറയെ ഉണ്ടാവുമല്ലോ. പിന്നെ ഇതാ ഞാനിവിടെ ഇന്നലെ കുറച്ച് പുതിയ വന്ന കാടകളിലുണ്ടായിരുന്നു, കുറച്ച് ആൺകാടകളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നലെ ഇക്കയും അല്ലും കൂടി ആൺകാടകളൊക്കെ പിടിച്ചിട്ട് അറുത്ത് വെച്ചിരുന്നു. അപ്പോൾ കഴുകി റെഡിയാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു കാടനെ 2 പൊളിയായിട്ടാണ് പൊളിച്ചെടുത്തിക്കണത്. അപ്പോൾ 4 കാടനുള്ളത് കേട്ടോ. അപ്പോൾ 8 കഷ്ണം ഉണ്ടാവും. ഞാൻ കൂട്ടൂല, അപ്പോൾ ഓർക്ക് എല്ലാവർക്കും കഴിക്കാനായിട്ട് ഉണ്ടാവും കേട്ടോ. 8 കഷ്ണം ഉണ്ടാവുള്ളൂ. നമ്മളിതാ ഒന്ന് നടു പൊളിച്ചിരിക്കുകയാണ്. നടുകൊണ്ട് പൊളിച്ചതിന് ശേഷം നന്നായിട്ട് തന്നെ കഴുകി എടുക്കുകയാണ്. ചെറുതായിട്ട് തൂവലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ കാടമ്മൽ. അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിവാക്കി ക്ലീനാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് മസാലയൊക്കെ ഒന്ന് കൂട്ടി വെക്കണം. 9 മണിയാവും നമ്മൾ അല്ലൂട്ടനൊക്കെ മദ്രസ വിട്ട് വരാൻ, അല്ലും ആദ്യമൊക്കെ. അപ്പോൾ ഓല് മദ്രസ വിട്ട് വരുമ്പോൾ ഇതിനൊക്കെ പൊരിച്ചെടുക്കാം. അപ്പോൾ ഇതൊക്കെ മസാല കൂട്ടാനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ. കാട പിന്നെ ഞങ്ങൾ കൊണ്ടുവരുമ്പോൾ അത് ആൺകാടകൾ ഉണ്ടാവും. അപ്പോൾ 2 3 ഒക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ, ചിലപ്പോൾ 4 ഒക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഉണ്ടാവുമ്പോൾ ഒന്നായിട്ട് പിടിച്ചിട്ട് ഞങ്ങൾ അറക്കലുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ എന്തെങ്കിലും കറി ഇല്ലാത്ത മക്കൾക്ക് പൊരിച്ചെടുക്കലാണ് ചെയ്യുക. പിന്നെ ഇതാ ഇന്ന് വൈകുന്നേരം കുറച്ച് ഊർക്കാപ്പിളിയൊക്കെ അറുത്ത് നുറുക്കി വെച്ചിന് ഞാൻ കേട്ടോ. കാരണം നിറയെ ഊർക്കാപ്പിളി കണ്ടപ്പോൾ അച്ചാറും കൂട്ടാനൊന്നുമില്ല. അപ്പം ഇനി കൂട്ടാൻ എന്തെങ്കിലും ഉണ്ടാക്കട്ടെ വിചാരിച്ചാണ്ട് അച്ചാറൊക്കെ ഉണ്ടാക്കാൻ കേട്ടോ. അപ്പോൾ അതിന് അച്ചാറപ്പൊടിയും സുറുക്കിയൊക്കെ കൊണ്ടുവരച്ച് വെച്ചിരിക്കണ്. അപ്പോൾ കുറച്ച് ഊർക്കാപ്പിളി കൊണ്ട് അച്ചാറിട്ട് വെക്കുകയാണ്. ഇതാണ് അച്ചാറപ്പൊടിയാണ് കേട്ടോ ചെയ്യണത്.
അപ്പോൾ കുറേ ദിവസം അച്ചാറിടണം എന്ന് വെച്ചാൽ കാരണം മരത്തുമ്പോൾ നിറയെ ഓർക്കാപ്പുളി ഉണ്ട് കേട്ടോ. അപ്പോൾ എന്താണ് ഇപ്പം ഇന്ന് വൈകുന്നേരം നുറുക്കി റെഡിയാക്കി വെച്ചതായിരുന്നു. അപ്പോൾ മുളക് പൊടിയും അച്ചാറപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് കുഴച്ചെടുത്ത് വെക്കണം കേട്ടോ. ഒരു അരമണിക്കൂർ ഞാൻ കുഴച്ച് വെക്കൂട്ടോ. അതിന് ശേഷമാണ് കേട്ടോ റെഡിയാക്കി എടുക്കുള്ളൂ. ഊർക്കാപ്പുളി അച്ചാറാണെങ്കിലും ഏത് അച്ചാറാണെങ്കിലും പെട്ടെന്ന് തന്നെ കാലിയാവും ഇവിടെ. അതുകൊണ്ടാണ് ഞാൻ വല്ലാതൊന്നും അച്ചാറുകളൊന്നും ഇടാത്തിട്ടാണ്. അച്ചാറത്തേക്ക് ശർക്കര ഇടണം, ഒന്ന് നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ഇത് അച്ചാറത്തേക്ക് വേണ്ടിയിട്ടുള്ള വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. കുറച്ച് പച്ചമുളക് കൊടുക്കും, കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും ഒക്കെ ഇട്ടുകാണ് നമ്മൾ റെഡിയാക്കണം കേട്ടോ. അപ്പോൾ ശർക്കര ഇട്ടാലാണ് ഊർക്കാപ്പുളി അച്ചാർ നല്ല ടേസ്റ്റ് ഉള്ളൂ. പക്ഷേ ഇക്കാക്ക് ശർക്കര ഇടാൻ പറ്റും, ഇക്കാക്ക് നല്ല പുളിവാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഏതായാലും ശർക്കര ഇട്ടാണ് ഉണ്ടാക്കണത്. അങ്ങനെ ഇതാ നമ്മുടെ കറിയൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട്. അതൊക്കെ ഒന്ന് തൂമ്പിച്ചെടുക്കുകയാണ്. അച്ചാറൊന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അച്ചാറിപ്പോൾ ഊർക്കാപ്പുളി ഉണ്ടാകുമ്പോൾ നിറയെ വീണ് പോവുകയാണ്. അപ്പോൾ കുറച്ചൊക്കെ ഉപ്പിലിട്ട് വെച്ച്, കുറച്ച് അച്ചാറിട്ട് വെച്ച്, കുറച്ച് ചക്കരപ്പുളി ഉണ്ടാക്കി, അങ്ങനെ പലതും ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്തൊക്കെ നിങ്ങളൊക്കെ എല്ലാവരും ഊർക്കാപ്പുളി വീട്ടിലുണ്ടെന്ന് ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കട്ടെ. അച്ചാറിടുക, ക്ലീനിങ്ങിനുള്ള ലോഷൻ എന്താണ് ഡിഷ് വാഷ് ഉണ്ടാക്കി വെക്കാം, അങ്ങനെ കുറേ കാര്യങ്ങൾ ഊർക്കാപ്പുളി കൊണ്ട് ചെയ്യാനായിട്ട് പറ്റിട്ടാ. ബാത്റൂം കഴിക്കാനുള്ള ലിക്വിഡ് റെഡിയാക്കി വെക്കാം, അതൊക്കെ ചെയ്യട്ടാ. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കോണ്ടി. ചക്കരപ്പുളി ഉണ്ടാക്കിയ അടിപൊളി നല്ല രസമാണ് കേട്ടോ ചക്കരപ്പുളി ഉണ്ടാക്കുകയാണെങ്കിൽ. അങ്ങനെ ഇതാ കടുകും ഉലുവയും പൊട്ടിച്ചതിന് ശേഷം പച്ചമുളകും കറിവേപ്പിലയും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാനങ്ങോട്ട് പേസ്റ്റ് ആക്കി അടിച്ചെടുത്തിരിക്കുകയാണ് കേട്ടോ. പേസ്റ്റ് അടിച്ചെടുത്തിരിക്കാൻ നന്നായിട്ട് തന്നെ ചോയം പൊടി ഉണ്ടായിക്കോളും. അപ്പോൾ പേസ്റ്റ് ആക്കി ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. മസാലകളൊക്കെ ഞാൻ തേച്ച് വെച്ചിട്ടുണ്ട്, എന്നാലും കുറച്ചുകൂടെ മുളക് പൊടി നമ്മൾ വെളിച്ചെണ്ണയ്ക്ക് ഇടണം, എന്നാലും ചുവന്ന കളറ് കിട്ടുള്ളൂ കേട്ടോ അച്ചാറത്തേക്ക്. അങ്ങനെ ഇതൊക്കെ വെളിച്ചെണ്ണയിലോ നല്ലെണ്ണയിലോ ഒക്കെ ഇടട്ടെ. ഞാനിവിടെ വെളിച്ചെണ്ണയിലാണ് അച്ചാറിടണത് കേട്ടോ. അങ്ങനെ കറിവേപ്പിൻ്റെയും ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ മുളകും ഒക്കെ നന്നായിട്ട് തന്നെ മൂത്ത് വന്നപ്പോൾ അതാ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കളറിന് വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ മസാല കുഴച്ച് വെച്ച ഊർക്കാപ്പുളി അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഊർക്കാപ്പുളി വെച്ചാൽ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും, പെട്ടെന്ന് തന്നെ വെന്തതാവും. അതുകൊണ്ട് പിന്നെ വല്ലാതൊന്നും പണിയില്ല കേട്ടോ. പക്ഷേ ഏത് അച്ചാറായാലും ഇവിടെ വല്ലാതെ ഇരിക്കില്ല, ഒരാഴ്ച കൊണ്ട് തന്നെ കാലിയാവും. ഒരാഴ്ച ആവില്ല കേട്ടോ, പെട്ടെന്ന് കാലിയാവും. പിന്നെ കളറൊക്കെ കുറച്ച് അച്ചാർപ്പൊടി കുറവുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായി ഒന്നുകൂടെ മൂടി വെച്ചതിന് ശേഷം നമുക്ക് സുർക്കയൊക്കെ ഒഴിച്ച് വെക്കാം കേട്ടോ. പിന്നെ ശർക്കരയും കൂടി, മധുരമാണ് പഞ്ചസാര ആണെങ്കിൽ പഞ്ചസാര ഇട്ട് കൊടുക്കാം, ശർക്കരയാണെങ്കിൽ ശർക്കര ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഈത്തപ്പഴം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈത്തപ്പഴം 2-3-4 ഈത്തപ്പഴം ഇട്ട് കൊടുത്താലും മതി. പിന്നെ ഇതാ ചെറിയൊരു കഷ്ണം ശർക്കര അങ്ങോട്ട് ചുരണ്ടിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മധുരത്തിന് വേണ്ടി ശർക്കര ഇട്ട് കൊടുക്കണം, ഒരു കഷ്ണം ശർക്കര ഞാൻ ഇട്ട് കൊടുത്തിരിക്കണം കേട്ടോ. അപ്പോൾ നല്ല പുളിയൊന്നും ഉണ്ടാവില്ല, നല്ല ടേസ്റ്റുള്ള മുന്തിരച്ചാർ പോലെ നമുക്ക് കിട്ടും കേട്ടോ അച്ചാർ. ശർക്കര ഇടണം ഊർക്കാപ്പുളി അച്ചാർ, മക്കൾക്ക് അതാ ഇഷ്ടം, ശർക്കര ഇട്ട ഊർക്കാപ്പുളി അച്ചാറാണ് ഇഷ്ടം കേട്ടോ. ശരിക്കും പറയുകയാണെങ്കിൽ ടേസ്റ്റ് കിട്ടണമെങ്കിൽ ശർക്കര ഒന്നും ഇല്ലാതെ ആ പുളി തന്നെ കൂട്ടണം, അപ്പോഴേ അതിൻ്റെ രസം കിട്ടുള്ളൂ. അങ്ങനെ അച്ചാർ ഇവിടെ സെറ്റ് ആയിക്കണം കേട്ടോ. അപ്പോൾ വല്ലാതെ നല്ലോണം ഒന്നും വെന്തലിയേണ്ട ആവശ്യമില്ല, അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ സുർക്കയിൽ കിടക്കുമ്പോൾ നന്നായിട്ട് തന്നെ അലിഞ്ഞ് കിട്ടിക്കോളൂ കേട്ടോ. പിന്നെ ഇതാ ഞാനിവിടെ അതിൻ്റെ ഇടയിൽ ഇതാ കാടൊക്കെ മസാല തേച്ച് വെച്ചിട്ട്, അതുപോലെ ഇക്കാക്കും എനിക്കും ഓരോ അയിലയും പൊരിച്ചിട്ടുണ്ട് കേട്ടോ. പൊരിക്കാനായിട്ട് മസാല തേച്ച് വെച്ചിട്ടുണ്ട്. ഇത് കുട്ടിയാക്കാൻ ഉണ്ടാവുള്ളൂ കാട കേട്ടോ, പിന്നെ എനിക്ക് കാട പറ്റൂല. അപ്പോൾ ഞാനൊരു മീൻ പൊരിച്ചപ്പോൾ ഇക്കാക്കും മീൻ മതി എന്ന് പറഞ്ഞു, അപ്പോൾ രണ്ടാൾക്കും കൂടി മീൻ അങ്ങോട്ട് പൊരിച്ചെടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അല്ലെങ്കിലും കാട വലിയ രസമൊന്നുമില്ല കേട്ടോ, ഭയങ്കര നല്ല വല്ലാതെ ഇറച്ചിയൊന്നും ഉണ്ടാവില്ല. പക്ഷെ കുട്ടികൾക്ക് രസമാണ് അത് കടിച്ചിങ്ങനെ തിന്നാൻ. അപ്പോൾ ഞാനിതാ കുറച്ചൊരു കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് അങ്ങോട്ട് ഇട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടാവും ഓരോ കഷ്ണങ്ങൾ. അങ്ങനെ കാടൊക്കെ വന്ന് കഴിഞ്ഞപ്പോൾ അതാ നമ്മളെ ഫോണിലാണെങ്കിൽ ചാർജ് കഴിഞ്ഞിട്ട്, അപ്പോൾ ഫോണിൻ്റെ ലൈറ്റൊക്കെ ഒന്ന് ഓഫായിട്ടുണ്ട്. അപ്പോൾ കാടൊക്കെ പൊരിച്ച് നമ്മൾ പാത്രത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ആ ചട്ടിയിൽ തന്നെ അങ്ങോട്ട് അയില അങ്ങോട്ട് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ 2 അയില നമ്മൾ കഷ്ണമൊന്നും വെട്ടിയിട്ടില്ല, നീളത്തിൽ തന്നെ ഫുള്ളായിട്ടൊന്ന് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ. ഇപ്പോൾ നാടൻ അയിലൊന്നും കിട്ടണില്ല കേട്ടോ, നാടൻ അയിലൊന്നുമില്ല, ടേസ്റ്റ് ഒന്നും ഇല്ല കേട്ടോ അയില. അങ്ങനെ ഇതാ ഗൈസ് കാടയൊക്കെ പൊരിച്ച് കണ്ടില്ല, വല്ലാതെ ഇറച്ചിയൊന്നും ഇല്ല കേട്ടോ, ചെറിയ കാടക്കുട്ടികളാണ്.
അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ അതാ പൊരിച്ച് നമ്മൾ പ്ലേറ്റിൽ വെച്ച് കൊടുത്തിട്ട് ഇനി മക്കളൊക്കെ ചോറ് തിന്നാനായിട്ട് വിളിച്ചണം. ഫോണിപ്പോൾ സ്വിച്ച് ഓഫ് ആവും ചെയ്യും കേട്ടോ. ഇക്കാടതാ മീൻ ഇതാ പൊരിഞ്ഞ് വരുന്നുണ്ട്. അല്ലെങ്കിലും കാട പേരേനുള്ളൂ, വലിയ ടേസ്റ്റ് ഒന്നുമില്ല. എനിക്കൊന്നും വലിയ ഇഷ്ടമൊന്നുമില്ല കാടനെ. കറിവേപ്പിൻ്റെ ഇലയും നമ്മൾ മസാല ഒന്നും തേക്കാത്തതുകൊണ്ട് തന്നെ കറിവേപ്പിൻ്റെ വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയൊക്കെ അങ്ങോട്ട് മീൻ പൊരിക്കണ നേരത്തെ ഹാഫ് വേവാകണ നേരത്തെ നമുക്ക് ഇട്ട് കൊടുത്താൽ മതി. എന്നാൽ നമ്മൾ അരച്ച് മസാല തേച്ച് അതേ ടേസ്റ്റ് കിട്ടും കേട്ടോ. വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയൊക്കെ കുത്തിയിട്ട് കൊടുത്താൽ മതി. അങ്ങനെ ഇതാ മക്കളെല്ലാവരും ചോറൊക്കെ തിന്ന് പോയിട്ടുള്ള കോലാണ് ഗൈസ് കാണുന്നത്. എല്ലാവരും എണീറ്റ് പോയി. ഫോണൊക്കെ കുത്തിവെക്കാൻ കൊണ്ടുവരുന്നു. ഫോണൊക്കെ കുത്തി വെച്ച് ഇപ്പോൾ എടുത്ത് കൊണ്ടുവരാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ അടി എല്ലാവരും ചോറുന്നലും കഴിഞ്ഞ് കഴിഞ്ഞ് അടുക്കളയൊക്കെ നന്നായിട്ട് ക്ലീനാക്കി പാത്രങ്ങളൊക്കെ ഒന്ന് മോറി. അതൊക്കെയാണ് അടുത്ത പരിപാടി കേട്ടോ. മക്കളിതാ അവിടെ കാടമുട്ട പെട്ടി ചോറുന്നൽ കഴിഞ്ഞാണ്ട് കാടമുട്ട അങ്ങോട്ട് പെട്ടിയാക്കുകയാണ്. ഇക്കയും കുട്ടികളും കൂടിയാണ് കേട്ടോ കാടമുട്ട പെട്ടിയാക്കൽ. രാവിലെ മുട്ടക്കടിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇക്കയും മക്കളും കൂടി ഇരുന്നിട്ടാണ് കാടമുട്ടയൊക്കെ ബോക്സ് ആക്കുക കേട്ടോ. അപ്പോൾ രാത്രിയാണ് നമ്മൾ പെട്ടിയാക്കൽ. രാത്രി 9 മണിക്കൊക്കെ കാടമുട്ട പെറുക്കി കൊണ്ടുവരും. എന്നിട്ട് പിന്നെ രാത്രിയാണ് പെട്ടിയാക്കി വെക്കൽ. രാവിലെ വല്ലാതെ നമുക്ക് മുട്ടയൊന്നും കിട്ടൂല. ഹലോ, അപ്പോൾ ഇതാ അങ്ങനെ മക്കളെല്ലാവരും ചോറൊക്കെ തിന്ന് എല്ലാവരും ചോറ് തിന്നിട്ടാ. പിന്നെ പാത്രം കഴുകലും ഒക്കെ കഴിഞ്ഞ് അച്ചുടി അല്ല മക്കളെല്ലാവരും എല്ലാവരും ഉറങ്ങാനായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതാ എൻ്റെ അച്ചുട്ടി ഇതാ വന്നിക്കണ് ഡ്രസ്സൊക്കെ മാറ്റി ഉറങ്ങാൻ നിൽക്കാണിട്ടോള്. അച്ചു പറ, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പറ, വീഡിയോ ഇഷ്ടമായ ഓക്കെ ബൈ, താങ്ക് യു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ വഴി ഇൻഷാ അല്ലാഹ് നാളെ വരാം കേട്ടോ. അതുവരേക്കും ബൈ.